അങ്ങനെ കൃത്യം 2 ആഴ്ചകൾക്ക് ശേഷം ആപ്പിൾ iOS 26 ബീറ്റ 2 റിലീസ് ചെയ്തേക്കുവാണ്. ഇതാണ് നമ്മൾ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആയി വന്ന ആ ഒരു വെൽക്കം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ബീറ്റ 1 ആൻഡ് ബീറ്റ 2 തമ്മിലുള്ള ഡിഫറൻസുകൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, 30-ലധികം വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങളാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ച സൈസാണ് 1.28 GB ആണ്. ബിൽ നമ്പർ 23A5276F. ആദ്യം തന്നെ ഡിഫോൾട്ട് വാൾപേപ്പറിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റമാണ് ആ ഒരു 3D എഫക്റ്റ് അല്ലെങ്കിൽ പാരലക്സ് എഫക്റ്റ് ആപ്പിൾ ഡിഫോൾട്ട് വാൾപേപ്പറിലും കൊണ്ടുവന്നിട്ടുണ്ട്. ബീറ്റ 2-ൽ നിങ്ങൾ കാണാം ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു മാറ്റം വിസിബിളാണ്. എന്നാൽ ബീറ്റ 1-ൽ അങ്ങനെ യാതൊന്നും അല്ലെങ്കിൽ ആ ഒരു പാരലക്സ് എഫക്റ്റ് വിസിബിൾ അല്ല. ബീറ്റ 1-ൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് വിജിറ്റുകളുടെ അലൈൻമെൻറ്റ്. ആ ഒരു വിജിറ്റും അതോടൊപ്പം ഫോക്കസ് മോഡ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിജിറ്റിൻ്റെ അലൈൻമെൻറ്റ് ഓവർലാപ്പ് ചെയ്തു പോകുന്നു എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ കാണാം. ബീറ്റ 1-ൽ ആ ഒരു ഫോക്കസ് മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിലും വിജിറ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്താണ് നിൽക്കുന്നത്. എന്നാൽ ബീറ്റ 2-ൽ ആപ്പിൾ അത് പരിഹരിച്ചിട്ടുണ്ട്. iOS 26 ബീറ്റ 1-ൻ്റെ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ് കൺട്രോൾ സെൻറ്ററിൻ്റെ ഈ ഒരു ബ്ലർനെസ് ഇല്ലായ്മ. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം ഹോം സ്ക്രീനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ഇമേജാണോ, പ്രത്യേകിച്ച് ലൈറ്റർ ഷെയ്ഡുള്ള ഇമേജുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്കൺസ് ഒന്നും കാണാൻ സാധിക്കത്തില്ല. അതോടൊപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്ത് ഐക്കൺസ് ആണോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണോ അതെല്ലാം നമുക്ക് വളരെ വിസിബിളായിട്ട് ഇതിനിടയിലൂടെ എല്ലാം കാണാൻ സാധിക്കും. എന്നാൽ ബീറ്റ 2-ലേക്ക് വന്നപ്പം ആപ്പിൾ അത് പരിഹരിച്ചിട്ടുണ്ട്. അത് ഞാൻ അന്നേ ബീറ്റയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ആപ്പിൾ എന്തായാലും അത് പരിഹരിക്കും എന്നുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നല്ല രീതിയിൽ നമുക്ക് ഒരു ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രോമിനൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ആ ഒരു ഗിഫ് ഐക്കണുകളുടെ ബീറ്റ 1-ൽ നമുക്ക് കുറച്ചും കൂടെ ഗ്ലാസി ഫീലിംഗ് ആണ് തരുന്നത്. എന്നാൽ ബീറ്റ 2-ലേക്ക് വന്നപ്പോൾ ഈ ഗിഫ് ഐക്കണുകൾ ഓരോ ഐക്കൺസും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറച്ചും കൂടെ ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ട്രാൻസ്ലൂസൻ്റ് ആണ് കുറച്ചും കൂടെ. പക്ഷേ ബീറ്റ 2-ലേക്ക് വന്നപ്പം ഒരു ഫ്രോസ്റ്റി വൈറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എല്ലാ ഐക്കൺസിലും. കൺട്രോൾ സെൻറ്ററിൽ ആപ്പിൾ കൊണ്ടുവന്ന അതേ സെയിം ചേഞ്ച് ആപ്പിൾ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. പിന്നീട് വന്ന മാറ്റം സെറ്റിങ്സിലാണ്. സെറ്റിങ്സ് നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പം അല്ലെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം, ആ ഓരോ ഓപ്ഷൻസിൻ്റെയും പാഡിങ് കുറച്ചും കൂടെ അടുപ്പിച്ചിട്ടുണ്ട്. ബീറ്റ 1-ൽ നല്ല സ്പേസിംഗ് ഉണ്ട് ഓരോ ഓപ്ഷനുകൾ തമ്മിൽ. എന്നാൽ ബീറ്റ 2-ലേക്ക് വന്നപ്പം ആ ഒരു പാഡിങ് കുറച്ചും കൂടെ ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൽ വന്നൊരു മൈനർ ചേഞ്ച് ബാറ്ററിക്കകത്താണ്. വളരെ മൈനറായിട്ടുള്ളൊരു ചേഞ്ചാണ്. പവർ മോഡിൽ അതിൻ്റെ ടെക്സ്റ്റിൽ ഈ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ചെറിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് വന്നൊരു ചേഞ്ച് eSIM ഓപ്ഷനിലാണ്. eSIM ട്രാൻസ്ഫറിങ്ങിൻ്റെ ഓപ്ഷനിൽ ആപ്പിൾ കാര്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സോ സെല്ലുലാർ സെറ്റിങ്സിനകത്ത് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ eSIM, ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ്. സോ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് നിങ്ങളുടെ eSIM ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ആപ്പിൾ ബീറ്റ 2-ൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റം ഫോൺ സെറ്റിങ്സിനകത്താണ്. ഫോൺ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം പുതിയൊരു ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് ഡിക്റ്റേറ്റ് കോൾ വെയിറ്റിംഗ്. ആപ്പിൾ സ്ക്രീനിങ് ടൂളിൻ്റെ ഭാഗമായിട്ട് ആപ്പിൾ WWDC ഇവൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ് സ്ക്രീനിങ് ടൂള്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിക്റ്റേറ്റ് കോൾ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. ബീറ്റ 1-ൽ അങ്ങനെ ഒരു ഓപ്ഷനെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ബീറ്റ 2-ൽ ആപ്പിൾ അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ഫോൺ ആപ്പിലെ സെർച്ച് ഓപ്ഷൻ ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ 2-ൽ ഇപ്പം സെർച്ച് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡും കൂടെ ഓപ്പൺ ആയി വരും. നമുക്ക് ഡയറക്റ്റ് ഏത് നമ്പറോ ഏത് കോൺടാക്റ്റ് ആണോ ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. വൺസ് സെർച്ച് ചെയ്ത് കഴിയുമ്പം ഈ ഒരു എക്സൽ ടാപ്പ് ചെയ്യുന്നതോടെ നമ്മൾ തിരികെ കീബോർഡിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. എന്നാൽ ബീറ്റ 2-ൽ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡൊന്നും വരത്തില്ല. പിന്നെയും നമ്മൾ സെർച്ച് ഓപ്ഷനിൽ ടാപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കീബോർഡ് ആക്സസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിലെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 95 Mac-ൽ ന്യൂസായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ്. അതായത് റിക്കവറി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ കേട്ടൊരു കാര്യമാണ്. ആപ്പിളിൻ്റെ macOS-ലുള്ള പോലെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡാറ്റ റിക്കവറി അല്ലെങ്കിൽ OS റിക്കവർ ചെയ്തെടുക്കാനുള്ള ആ ഒരു ഫീച്ചർ ആപ്പിൾ iOS-ലേക്കും കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം. ഇനി മുതൽ കമ്പ്യൂട്ടറിൻ്റെ ലാപ്പിൻ്റെയോ ഒന്നും സഹായമില്ലാതെ നമുക്ക് ഐഫോൺ കംപ്ലീറ്റ്ലി OS റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജിഗിൾ മോഡിൽ നമ്മൾ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോഴുള്ള ആനിമേഷൻ ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കാണാം ജസ്റ്റ് പോപ്പപ്പായി വരുന്ന രീതിയിലാണ് ആ ഒരു ആനിമേഷൻ. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ചാടി വരുന്നു. എന്നാൽ ബീറ്റ 1-ൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ
അതിൻ്റെ ആനിമേഷൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് വരുന്നത്. എന്നാൽ ഇതേ ജിഗിൾ മോഡിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് വിജിറ്റുകൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ ഡ്രാഗ് ബട്ടൺ അവിടെ കാണാൻ സാധിക്കുന്നില്ല. ബീറ്റ 1 ജസ്റ്റ് ആ ഒരു വിജിറ്റ് മാത്രം ജിഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബീറ്റ 2 നിങ്ങൾക്ക് കാണാം ആ ഒരു വിജിറ്റ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ ഒരു ഡ്രാഗ് ഓപ്ഷൻ നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പോപ്പപ്പ് ചെയ്ത് ആ ഒരു ഗ്ലാസ് ഷേപ്പിൽ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആഡ് വിജിറ്റ് ഓപ്ഷനിൽ മ്യൂസിക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിൽ ലൈവ് റേഡിയോ വിജിറ്റ് ആപ്പിൾ പുതുതായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലൈവായിട്ട് നമുക്ക് റേഡിയോസ് ഇനി മുതൽ ഈ ഒരു വിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഫൈനലി ആപ്പിൾ പുതിയൊരു റിംഗ് ടോൺ ഐഫോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് റിംഗ് ടോൺ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റിഫ്ലക്ഷൻ എന്ന് എഴുതിയേക്കുന്നത്. ബീറ്റ 1 റിഫ്ലക്ഷൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ബീറ്റ 2 വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം റിഫ്ലക്ഷൻ സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് വരുന്നു. ഡിഫോൾട്ടായിട്ടുള്ളത് നമ്മൾ സ്ഥിരം കേൾക്കുന്നത്. എന്നാൽ Alt 2 എന്നുള്ളത് ഒന്നെങ്കിൽ ഇത് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് വന്നതായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും മേ ബി iPhone 17 സീരീസിൽ വരാൻ പോകുന്ന പുതിയ റിംഗ് ടോൺ എന്ന് പറയുന്നത്. പിന്നീട് സ്ക്രീൻഷോട്ടിൻ്റെ പ്രിവ്യൂവിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആപ്പിൾ ഇൻ്റലിജൻസുമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് 14 Proയിൽ ഇത് കാണാത്ത ആസ്കും ഇമേജ് സെർച്ചും. പ്രീവിയസ്ലി ഇവിടെ ഈ ഒരു ഗിഫ് ഐക്കൺ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ടെക്സ്റ്റും കൂടെ ഇമേജ് സെർച്ചും ആസ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ്റെ ടെക്സ്റ്റും കൂടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നത് സഫാരിയിലാണ്. സഫാരി ഇവിടെ ലുക്കിലൊന്നും യാതൊരു വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. പക്ഷേ ബീറ്റ 1 നമ്മളിപ്പം കറൻ്റ്ലി ഉള്ള വെബ് പേജിൽ നിന്ന് എനിക്ക് ഫോർവേഡിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പേജിലേക്ക് ഇതിൻ്റെ പ്രീവിയസ് പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്ക് ബട്ടൺ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പോകാൻ സാധിക്കും. എന്നാൽ എനിക്ക് ഇനി ബാക്ക്വേർഡിലേക്ക് ഇത് പഴയ പേജിലേക്ക് തന്നെ തിരികെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ബട്ടണോ അല്ലെങ്കിൽ ഓപ്ഷനോ അവിടെ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ബീറ്റ 2 നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡിനുള്ള ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ 3 ഡോട്ടിലാണ്. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ്, അതായത് ബീറ്റ 1 ഏറ്റവും മുകളിലായിരുന്നു ഷെയർ, ഓൾ ടാപ്സ് അങ്ങനെയുള്ള ഓപ്ഷൻസ്. അതെല്ലാം വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് സിംഗിൾ ഹാൻഡിൽ തന്നെ ഈ ഓപ്ഷൻസിലേക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ സാധിക്കും. പിന്നീട് ഓൾ ടാബ് ഓപ്ഷനിൽ ഏറ്റവും താഴെ നിങ്ങൾ കാണാം ആ ടാബുകൾ എത്ര ടാബ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ വ്യൂ കാണാം. ഓരോ അറ്റത്താണ് പ്രൈവറ്റ് പ്രൊഫൈലും ജോബ് പ്രൊഫൈലും ഒക്കെ ഓരോ അറ്റത്താണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പുതിയ ബീറ്റ 2 നിങ്ങൾക്ക് കാണാം ആ ഒരു സെൻറ്റർ പോർഷനിൽ തന്നെയാണ് ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീറ്റ 1 അത് മേളിലായിരുന്നു, നമ്മൾ മേളിലേക്ക് റീച്ച് ചെയ്യണമായിരുന്നു. എന്നാൽ ബീറ്റ 2 അത് സൈഡിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ആ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പിന്നീട് ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു 3 ഡോട്ടിൽ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ പ്രൊഫൈൽ ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിനോടൊപ്പം എക്സ്ട്രാ സെലക്ട് ടാബ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷനും അതോടൊപ്പം ഗിഫ് ഐക്കണുകളുടെ ചേഞ്ചസും കാണാൻ സാധിക്കും. ആഡ് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഗിഫ് ഐക്കൺ മാറിയിട്ടുണ്ട്. അതോടൊപ്പം മാനേജ് ടാബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ഗിഫ് ഐക്കൺസും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് ക്യാമറ ആപ്പിനകത്തും ചെറിയ മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ്ലി ഇതിലുള്ള ഓപ്ഷൻസുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫ്ലാഷ് എനേബിൾ ചെയ്താലും ഡിസേബിൾ ചെയ്താലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എനേബിൾ ചെയ്താലും ഡിസേബിൾ ചെയ്താലും നമുക്ക് ജസ്റ്റ് ആ ഗിഫ് ഐക്കൺ ചേഞ്ച് ചെയ്യുന്നതല്ലാതെ നമുക്ക് അവിടെ ടെക്സ്റ്റ് കൺഫർമേഷൻ ഒന്നും തന്നെ വരുന്നില്ലായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ നമുക്കിവിടെ കാണാം ഈ ഓരോ ഓപ്ഷൻസും നമ്മൾ ഓഫ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ എനേബിൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ടെക്സ്റ്റ് കൺഫർമേഷൻ മേളിൽ കാണുന്നതാണ്. ഏറ്റവും ടോപ്പിൽ വീഡിയോയുടെ ഫോർമാറ്റ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രിവ്യൂ ഓപ്ഷനിലേക്ക് വരുമ്പോൾ. എന്നാൽ ബീറ്റ 2 അപ്ഡേറ്റിൽ നമുക്ക് ഫോർമാറ്റ് ഏതാണെന്നുള്ളത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ക്യാമറ സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ. ക്യാമറ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ്ലി വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് കൺട്രോൾസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പുതിയ ഇൻഡിക്കേറ്റേഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് വീഡിയോ ആപ്പിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവിടെ ഫോട്ടോസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നോട്ട്സ് ആപ്പിൽ ഇവിടെ കാണാം ബീറ്റ 1 നമ്മൾ ടെക്സ്റ്റുകൾ എന്തെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻ്റയർ സെൻറ്റൻസ് മൊത്തം സെലക്ട് ആവും. പക്ഷേ താഴെ കോളം, ഡോക്യുമെൻറ്റ്സ്, ബുള്ളറ്റ് മാർക്കിംഗ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ബീറ്റ 2 വന്നപ്പം ആപ്പിൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുമ്പം ഡയറക്റ്റ്ലി അത് ആ ഒരു ഫോർമാറ്റ് ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നത് കാണാൻ സാധിക്കും. സോ അങ്ങനെ ഒരു ചെറിയ നല്ല കാര്യം ആപ്പിൾ ചെയ്തിട്ടുണ്ട്. എനിവേ ഞാൻ എന്തായാലും കുറച്ച് ദിവസങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.